വീണ്ടും റിവീൽഡ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ പറഞ്ഞ വചനത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും ധ്യാനിക്കുകയാണ്. കർത്താവ് വ്യാധികളുടെ മേലും രോഗങ്ങളുടെ മേലും അധികാരം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ബാക്കി ഭാഗം വീണ്ടും കർത്താവ് അതിൻ്റെ 8 പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുവീൻ. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് പറയുകയാണ്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ. നമുക്കറിയാം, നാൽമഗോളത്തിൽ ഏറ്റവും വിഷയം ഇതാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യം നമുക്ക് പറയാനൊക്കത്തില്ല, മരിച്ചു ഉയർപ്പിക്കുന്ന കാര്യം മിണ്ടാൻ പോലും ഒക്കത്തില്ല, കുഷ്ഠരോഗികളെ സൗഖ്യം ഒക്കത്തില്ല, ഭൂതങ്ങളെ പുറത്താക്കുന്ന വേണേൽ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് നാം മനസ്സിലാക്കേണ്ടത്, ഇന്നും അവൻ്റെ ശരീരമാകുന്ന സഭയിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു. വചനത്തിന് മാറ്റമില്ല. അല്ലെ, കർത്താവ് പറഞ്ഞനെ, ഞാൻ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം മാത്രമേ നിങ്ങളിത് പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞില്ല. ശിഷ്യന്മാരോടാണ് പറയുന്നത്. ശിഷ്യന്മാരൊടുവിൽ ശുശ്രൂഷ നിർത്തുമ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങളോട് മാത്രമേ ഇത് പറഞ്ഞെന്ന് പറഞ്ഞില്ല. സഭയാകുന്ന ശരീരത്തിലൂടെ ഇന്നും ദൈവാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരീരമാകുന്ന സഭയാണ്, ക്രിസ്തുവാണ് തല. ആ തലയാകുന്ന ക്രിസ്തുവിലൂടെ ഇന്നും അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ മുമ്പിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനോട് പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ശക്തിയോ തൻ്റെ ഭക്തിയോ അല്ല, നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട് അവൻ്റെ നാമം, ഞങ്ങളുടെ കയ്യിലുണ്ട് അവൻ്റെ അഭിഷേകം, ഞങ്ങളുടെ കയ്യിലുണ്ട് അവൻ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസം. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന രോഗികളെ സൗഖ്യം, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. ഇന്നും ആ ശുശ്രൂഷകൾ നടക്കും. അതിൽ ഏറ്റവും മരിച്ചവരെന്ന് പറയുമ്പോൾ വേദോസ്തം പറയുന്ന പാപത്തിൽ മരിച്ചവരാ കേട്ടോ. മറ്റൊരു ദൈവം ചെയ്യും. കാരണം പത്രോസ് തബീയത്തെ ഉയർപ്പിക്കുന്നു. നമുക്കറിയാം, വലിയ വലിയ ഉയർപ്പുകൾ നടക്കുന്നു. കർത്താവ് ചെയ്ത പോലെ തന്നെ അവിടെ ശിഷ്യന്മാരിലൂടെ, പഴയ നിയമപ്രവാചകന്മാരോട് നടക്കുന്നു. ഇന്നും ആ ശുശ്രൂഷ വളരെ അധികമായി ദൈവത്തിൻ്റെ ശരീരമെന്ന സഭയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം ദൈവം നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ദൈവം ഉറപ്പിക്കും. എത്ര നാവുകൾ ഇതിനെതിരെ നിന്നാലും ദൈവം ഉള്ളിടത്തോളം, അവൻ്റെ സാന്നിധ്യം ഉള്ളിടത്തോളം, ദൈവരാജ്യം ഉള്ളിടത്തോളം, ഈ ഭൂമി ഉള്ളിടത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസംഗിക്കുക. അതുകൊണ്ടാണ് ഹെരോദാവ് പറയുന്നുണ്ട്, ആ കുറുക്ക് അവൻ പറയുന്നുണ്ട്, ശുശ്രൂഷ നിർത്താൻ പറയുമ്പോൾ കർത്താവ് പറയുവാണ്, ആ കുറുക്കനോട് എന്ന് പറയാം, ടെൽ ദാറ്റ് ഫോക്സ്, ഇന്ന് നാളെയും മറ്റന്നാളും രോഗികളെ സൗഖ്യമാക്കും. നമ്മൾ ബന്ധനങ്ങൾ അഴിക്കും, കെട്ടുകൾ പൊട്ടിക്കും, എന്തെല്ലാം നാവുകൾ ഇതിനെ ഉയർന്നാലും ദൈവിക ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.